ഇതൊക്കെ പറയുമ്പോഴും ശരിക്കും എങ്ങനെയാണോ ഒരു SIP ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് SIP എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകൂ. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് SIP എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നും എങ്ങനെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പൊക്കോണ്ടിരിക്കുന്നതെന്നും നമുക്ക് ആദ്യം നോക്കാം. ഒരു 10,000 രൂപയുടെ SIP ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്രയോ യൂണിറ്റ്സ് കിട്ടുന്നുണ്ടാവും അല്ലേ? ചില ആളുകൾക്ക് 100 യൂണിറ്റ്സ് കിട്ടുന്നുണ്ടാവും, ചില ആളുകൾക്ക് 90 യൂണിറ്റ്സ് കിട്ടുന്നുണ്ടാവും, ചിലർക്ക് 200 യൂണിറ്റ്സ് കിട്ടുന്നുണ്ടാവും. അതെങ്ങനെയാണ് പലർക്കും പല യൂണിറ്റ്സ് കിട്ടുന്നത്? ഓരോ മ്യൂച്വൽ ഫണ്ടിന്റെയും NAV ഡിഫറൻ്റ് ആയിരിക്കും. NAV എന്ന് പറഞ്ഞാൽ അത് ആ യൂണിറ്റിന്റെ തുകയെ നമുക്ക് NAV എന്ന് വിളിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു 100 റുപ്പീസ് ആണ് NAV പ്രൈസ് എങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 റുപ്പീസിന്റെ SIP ചെയ്യുന്ന ആൾക്ക് 100 യൂണിറ്റ്സ് കിട്ടുന്നു, NAV പ്രൈസ് 100 ആയതുകൊണ്ട്. പക്ഷേ ഇതാണ് മാർക്കറ്റിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ വാച്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും. -3, -5, -10 ഒക്കെ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത സങ്കടവും വിഷമവും ഒക്കെ തോന്നും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സമയത്ത് നമ്മുടെ NAV പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ്. അതായത് 100 രൂപയ്ക്ക് NAV കിട്ടിക്കൊണ്ടിരുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ NAV 90 ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 80 ആയിട്ടുണ്ടാകാം. അപ്പോൾ 80 NAV പ്രൈസ് ആയിട്ടുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടുന്നത് ഇപ്പോൾ 125 യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നേരത്തെ കിട്ടിയത് 100 യൂണിറ്റ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ 125 യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സ്വർണത്തിന് വില കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സ്വർണം വാങ്ങി വെക്കും അല്ലെ? സ്ഥലത്തിന് വില കുറയുമ്പോൾ നമ്മൾ ആ സ്ഥലം വാങ്ങാൻ ശ്രമിക്കും. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതൊരു അസറ്റാണ്, ഇതെല്ലാം ഭാവിയിൽ വില കൂടും എന്ന് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടോ ഇക്വിറ്റി വില കുറയുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ശരിക്കും ഈ സമയത്തും ചെയ്യേണ്ടത് അതേ സൈക്കോളജി തന്നെയാണ്. ഇക്വിറ്റിയുടെ വില കുറയുമ്പോൾ നമ്മൾ അത് വാങ്ങിച്ചു വെക്കുക. നാളെ വില കൂടുമ്പോൾ അത് നമ്മുടെ ഇരിക്കുന്ന യൂണിറ്റ്സിന്റെ വില കൂടുന്നു, അന്നേരമാണ് നമുക്കതിന്റെ പ്രോഫിറ്റ് കിട്ടുന്നത്.